നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം എന്ന് പറഞ്ഞ അച്ഛന് ഒരു പുസ്തകമുണ്ട്. അത് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എൻ്റെ അമ്മ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ചില സമയത്ത് ഒരടയാളം ഉണ്ടാകത്തില്ല, പക്ഷെ അമ്മ കൂടെ ഉണ്ടാകും. അങ്ങനെയുള്ള സമയങ്ങളുണ്ടാകും. ഒന്നും ഫീൽ ചെയ്യാത്ത വളരെ പ്രതികൂലമായ കാലാവസ്ഥയുള്ള ജീവിതം, പക്ഷെ അമ്മ കൂടെ ഉണ്ടാകും. നിങ്ങളെ ഉടമ്പടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അച്ഛൻ തന്നെ നിങ്ങളെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെയും തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ അപ്ഡേഷൻസ് തരും നിങ്ങൾക്ക്. പുതിയ പുതിയ ഉടമ്പടിയുടെ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങളതനുസരിച്ച് വളരണം. ഞാൻ തരുന്ന അപ്ഡേഷൻസ് എന്താണ്? ഇപ്പം ആദ്യം നമ്മുടെ നിയോഗങ്ങൾക്കാണ് പ്രാധാന്യം ഉടമ്പടിയിൽ, അല്ലേ? ആദ്യം നമ്മൾ അങ്ങനെയല്ലേ വരണത്, എന്ത് പ്രയാസപ്പെട്ടായിരിക്കും വരണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രസമുണ്ടായി. ഞാൻ ചില സമയത്ത് ഉടമ്പടിയുടെ സാക്ഷ്യം കാണുമ്പോൾ ഇങ്ങനെ സ്റ്റണ്ടായി പോകും. അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലേ അലീന എൽദോ എന്നൊരു മോള് ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അലീന എൽദോ ജർമ്മനി പഠിക്കാൻ പോയതാണ്. പഠനം കഴിഞ്ഞ് അവളുടെ വിസ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരണില്ല. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അതാണല്ലോ, എല്ലാവരുടെയും പ്രശ്നം അതാണ്. നമ്മളെ പഠിക്കാനെന്നും പറഞ്ഞവർ കൊണ്ടുപോകും. നമ്മുടെ ഏജൻറ്റുമാർ നമ്മളോട് കുറേ കാര്യങ്ങൾ പറയും. പഠിത്തവും ജോലിയും ഉണ്ട്. ജോലി കഴിഞ്ഞാൽ പിന്നെ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ജോലി നമുക്ക് ഉറപ്പാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ആൾക്കാർ ചെന്ന് അനുഭവിക്കുന്നത് വേറൊരു കാലാവസ്ഥയാണ്. അവർക്ക് പരിശുദ്ധ അമ്മയും ഉടമ്പടിയും മാത്രമേ ഉള്ളൂ. അന്ന് ഏജൻറ്റുമാരും കാണത്തില്ല. അപ്പം അലീനയുടെ പ്രശ്നം എന്ന് പറയണത്, അലീന അവിടെ ചെന്നിട്ട് പഠിത്തം കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, പക്ഷേ അവർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണില്ല. വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലുള്ള കുഴപ്പം എന്നാ, നാട്ടിലോട്ട് പോരേണ്ടി വരും. നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനായി? വിദ്യാഭ്യാസ ലോൺ കിടപ്പില്ലേ? വിദ്യാഭ്യാസ ലോണും അതിൻ്റെ പലിശക്ക് പലിശയും നമ്മുടെ മൊത്തം ആന്തരിക അവയവങ്ങൾ വിറ്റാലും പറ്റാത്ത രീതിയിലുള്ള പലിശയാണ്. മനുഷ്യൻ ജീവിതം ഒരു ഞാണുമ്മിക്കളിയായിട്ടുണ്ട് ഈ പുതിയ കാലത്തെ. പഴയ കാലത്ത് ഇത്രയും സമ്മർദ്ദങ്ങൾ നമുക്കില്ലായിരുന്നു. പുതിയ കാലം വന്നപ്പോൾ സമ്മർദ്ദങ്ങൾ കൂടി. കാര്യം മനുഷ്യൻ്റെ വിദ്യാഭ്യാസവും പിന്നെ അവൻ്റെ ജോലിയുടെ രീതികളെല്ലാം കൂടി. അതിൻ്റെ ഡിമാൻഡ്സ് ഭയങ്കരമാണ്. അതിൻ്റെ ഡിമാൻഡ്സ് കൂടി. അപ്പോൾ ഒരു നിത്യസംഘർഷത്തിലാണ് ഈ ആൾക്കാർ ജീവിക്കുന്നത്. സംഘർഷമില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ വല്ല മാനസരോഗികൾക്കും മാത്രമേ സംഘർഷമില്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും സംഘർഷമുണ്ട്. ബാക്കി എല്ലാവർക്കും ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്നവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിതത്തെ അതിജീവിക്കാൻ, ജീവിതം തന്നെ ഒരു അതിജീവനമാണല്ലോ, അതിജീവിക്കേണ്ടി വരികയാണ്. നമ്മളിങ്ങനെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവൈവ് ചെയ്യുകയാണ്. സർവൈവിങ് ഈ കാലത്ത് ഭയങ്കര സംഘർഷാത്മകമാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ സംഘർഷാത്മകമായ കാലത്താണ് ദൈവം ഉടമ്പടി വെളിപ്പെടുത്തിയത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കണ്ടൻറ് എന്താണ്? ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ എൻ്റെ പൊട്ടത്തരത്തിന് ആദ്യം ധരിച്ചത് അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കഴിഞ്ഞാണല്ലോ, ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് സുനാമി ഉണ്ടായത്. അപ്പം ഞാനോർത്ത് മാതാവ് അതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 10 കൊല്ലത്തേക്ക് ധ്യാനം ഇവിടെ കണ്ടിന്യൂ ചെയ്തതല്ലാതെ ഒരു പ്രത്യക്ഷീകരണ ബേസിൽ പോയില്ല. കാര്യം പ്രത്യക്ഷീകരണ ബേസിൽ പോകാത്ത മാതാവ് പറഞ്ഞു ദുരന്തം ഓൾറെഡി സംഭവിച്ചല്ലോ എന്നാണ്. അമ്മ ദുരന്തം ഉണ്ടാകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ദുരന്തം ഒഴിഞ്ഞിട്ടില്ല. ഇപ്പം ആൾക്കാരുടെ വീട്ടിൽ ഗ്യാസില്ല, ഇല്ലേ? നമ്മൾ ഓരോ ഹോട്ടലിലൊക്കെ ചെന്ന്, ഞാൻ ദൂരേക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ മുരിങ്ങൂർ. കരിസ്മാറ്റിക് ധ്യാനഗുരുക്കന്മാരുടെയും കരിസ്മാറ്റിക് ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ്മ. ഇന്നാണ് തീരണത്. ഇപ്പം ഞങ്ങൾ പോണ വഴിക്കൊരു ഹോട്ടലിൽ കയറിയപ്പോൾ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ചൂടുവെള്ളമില്ല. എന്താ കാര്യം ചോദിച്ചപ്പോൾ എന്താ ചൂടുവെള്ളം അല്ലാത്ത ഗ്യാസില്ലെന്ന് പറഞ്ഞത്. ദുരന്തമല്ലേ? വെള്ളം കൂടി മുട്ടിപ്പോയി ജനത്തിൻ്റെ. അപ്പം ദുരന്തം പണ്ട് പറഞ്ഞ പോലെ അല്ല. ദുരന്തം ഇങ്ങനെ വെള്ളത്തിൽ കയറി, വെള്ളത്തിലൂടെ
കുടിവെള്ളത്തിലൂടെയും ദുരന്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കണ്ടുകൊണ്ടാണ് അമ്മ അന്ന് പറഞ്ഞത് ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. എന്താണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെയുള്ള പ്രാർത്ഥനകളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഈ ദുരന്തകാലത്ത് അതിജീവിക്കാൻ വേണ്ടിയുള്ള പുതിയ പ്രാർത്ഥന തരുന്നത്. അതെപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു വിഷയം കൊണ്ടുവന്ന് നിങ്ങൾ ഉടമ്പെടുക്കുന്നതിനേക്കാൾ ഉപരി റെസ്പോൺസിബിൾ കവനന്റ് ലൈഫ്, ഉത്തരവാദിത്തപൂർണ്ണമായ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഉത്തരവാദിത്തപൂർണ്ണമായ ഉടമ്പടി ജീവിതം ലക്ഷ്യം വെക്കുന്നത് സാത്താനെ തലകുത്തിക്കുക തന്നെയാണ്. അതെന്താ കാരണം വെച്ചാൽ ഇന്നലെ ഒരു മനുഷ്യനെ, ഇന്നലെ ഞാൻ ആൾക്കാരെ നിൽക്കുമ്പോൾ ആൾക്കാരെ കാണുമല്ലോ, അപ്പോൾ ഒരു കെട്ട് പ്രമാണമുണ്ട് അയാളുടെ കയ്യിൽ. അപ്പം ഞാൻ ഈ മനുഷ്യൻ്റെ മുഖത്ത് എല്ലാവരെയും കൂടുതലായിട്ട് നോക്കി. എന്താ പുള്ളിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. കാര്യം കയ്യിൽ പുള്ളിയുടെ ചീട്ട എഴുതിയിരിക്കണത് ജപ്തി എന്ന് എഴുതിയിരിക്കണത്. പക്ഷേ ഒരു ജപ്തിയുടെ പേപ്പറല്ല കയ്യിരിക്കണത്, ഒരു 5-6 പ്രമാണങ്ങളുണ്ട്. അപ്പോൾ ഇയാൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇയാളുടെ മുഖത്തിട്ട് നോക്കി. എന്താ പറഞ്ഞോട്ടെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് വല്ല കുറവുണ്ടായിരുന്നു. പുള്ളി ചോദിച്ചതാണ്, അദ്ദേഹത്തിന് വല്ല കുറവുണ്ടോയെന്ന്. കുറഞ്ഞ പക്ഷം അങ്ങനെയെങ്കിലും ചോദിച്ചല്ല, ഭാഗ്യമായി. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കയ്യിരിക്കണത് എന്താ? കയ്യിരിക്കണത് കുപ്പിയാണ്. അപ്പോൾ ഒരു കുപ്പി കയ്യിരിപ്പുണ്ട് പുള്ളിയുടെ. ഒരു കുപ്പി. ഞാൻ പറഞ്ഞു, കുപ്പിയുടെ അകത്ത് എന്താണ്? കുപ്പിയുടെ അകത്ത് ഒരു തകിടാണ്. ആരോ ചെയ്തിട്ട് പുള്ളിയുടെ പറമ്പിൽ നിന്ന് കിട്ടിയ കുപ്പി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് പുള്ളിക്ക് വല്ല കുറവുണ്ടോ എന്ന് പുള്ളി ചോദിച്ചത്. ഈ കുപ്പിയിരിക്കുന്ന തകിടും പുള്ളിയുടെ മനസ്സിൽ സൂക്ഷിച്ചത്, ഈ തകിട് കൊണ്ട് എനിക്കിട്ട് പണിതവൻ എനിക്കുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ വല്ലതും ഭരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കണത്. അതാണ് ചോദ്യങ്ങളുടെ ലൈൻ, അതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉടമ്പടിയിലാണോ? അയാൾ പറഞ്ഞ് ഉടമ്പടിയിലാണ്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കുറവ് നമുക്കുണ്ടെങ്കിലേ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി, അല്ലേ? എന്തെങ്കിലും ഇപ്പം നമ്മളെ കുറവുകൾ പരിഹരിക്കണമെന്ന് പണ്ടെങ്ങനെ കുറവ് പരിഹരിക്കണത്? കുമ്പസാരിച്ച് ഒരു കുറവ് പരിഹരിക്കും ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടി കുറവ് പരിഹരിക്കാൻ നോക്കൂ, അല്ലേ? അതാണ്. എന്നിട്ട് ദൈവം പ്രവർത്തിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അതാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ച്, ഉടമ്പടിയുടെ ഉദ്ദേശം എന്താ? ഉടമ്പടിയുടെ ഉദ്ദേശം ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതുകൂടി കവർ ചെയ്തുകൊണ്ടാണ് ഈ ഉടമ്പടി വരണത്. ഉടമ്പടിയുടെ ഉദ്ദേശം. അപ്പോൾ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ഒരു കുറവുണ്ടാകത്തില്ല. ഉടമ്പടി വൃത്തിമെനയോടെ ചെയ്യാത്തതൊഴികെ, അതാണ് സംഭവം. ഉടമ്പടിയുടെ കുറവെന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി ഉഴപ്പെന്നാണ് ഉടമ്പടിയുടെ കുറവെന്ന് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ടാ? അപ്പോൾ പുള്ളിക്ക് ഡൗട്ടാണ് ഉടമ്പടി ഉഴപ്പി വെച്ച്. അതാണ് വിഷയം. പുള്ളി തകിടും പിടിച്ച് നടക്കാവുന്നവരോട് കുറേ നാളായി, ഈ പ്രമാണവും നടക്കാവുന്നവരോട് കുറേ നാളായി. ഇത് പുള്ളി ചോദിക്കേണ്ട ആരെ കണ്ടാൽ എന്നോട് മാത്രമല്ല, ആരെ കണ്ടാലും പുള്ളി ചോദിക്കും. എനിക്കല്ല വല്ല ധ്യാനഗുരുക്കന്മാരെ ആരെ കണ്ടാലും ചോദിക്കും പുള്ളി, എനിക്ക് വല്ല കുറവുണ്ടാകുന്നു വെച്ചാൽ മറ്റവൻ പണിത് എനിക്ക് ഏറ്റിട്ടുണ്ടാകുന്നതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ നമുക്കുള്ള കുറവുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ കുറവുകൾ പരിഹരിക്കുന്ന എന്താണ് ഈ ഉടമ്പടിയുടെ ഉദ്ദേശം? എന്താണ് ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഒറ്റ ഉദ്ദേശം അതേ ഉടമ്പടിക്കുള്ളൂ. അതിൻ്റെ മക്കൾ കറക്റ്റ് ഉടമ്പടിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ ഉദ്ദേശം? ദൈവത്തെ നമ്മുടെ പക്ഷത്താക്കുക, അത്രേ ഉള്ളൂ. ഞാനയാൾ ചോദിച്ച്, ദൈവം നിങ്ങളുടെ പക്ഷത്താണോ? അയാൾ ആണെന്നോ അല്ലെന്നോ പറയണില്ല, ഡൗട്ടാ പുള്ളിക്ക്. വചനം എന്താണ്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ അതാണ് വിഷയം. തീർത്താന, തകിട, കൂടോത്രവ, മന്ത്രവാദവ, ഇതൊന്നും ദൈവം പക്ഷത്താകുന്നതിൻ്റെ പ്രശ്നമല്ല. അതാണ് ബൈബിൾ ചോദിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. റോമ 8:31. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്?
ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പം അതിൻ്റെ കുറേ ചോദ്യങ്ങൾ പൗലോസപ്പോസ്തലൻ അന്ന് ലഭ്യമായ കൂടോത്രമോ തകിടോ മന്ത്രവാദമോ അതുപോലെ ചോദിക്കാൻ പറ്റിയ കുറേ ചോദ്യങ്ങൾ താഴെ ഉണ്ടെന്ന് വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. റോമ 8:35. റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? തകിടോ മന്ത്രവാദമോ ഇങ്ങനെ ഈ നെഗറ്റീവ് പവേഴ്സ് എന്ത് തന്നെയായാലും ക്രിസ്തു ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ബാക്കിയെല്ലാം പ്രതിരോധിക്കപ്പെടും. ഇപ്പം നമ്മളുടെ ഉടമ്പടിയിലൂടെ അത് എല്ലാം ഫുൾ ഓപ്ഷൻ എന്ന് പറയത്തില്ലേ, നമ്മൾ ഫുൾ ഓപ്ഷൻ എന്ന് പറയും. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാറ് വേറെ ഒരു കാറായിട്ട് ഇടിപ്പിച്ച് കാണിക്കുന്ന കമ്പനി, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഒരു കാർ സ്പീഡിൽ വന്ന് വേറെ ഒരു കാറിനിട്ട് ഇടിച്ച്. അപ്പം ഈ രണ്ട് കാറും എല്ലാം ഉള്ള ആൾക്കാർ മൊത്തം മരിച്ചു പോകേണ്ടതാണ്. പക്ഷേ എന്താണ് സംബന്ധിച്ച് പുതിയ കണ്ടുപിടുത്തത്തിൽ വന്നിരിക്കുന്ന വിഷയം വെച്ചാൽ ഇടിയോടുകൂടി രണ്ട് കാറിൻ്റെയും ഒരെണ്ണത്തിൻ്റെ ബാക്കിലും ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ടിലും ഒരു വലിയ ബലൂൺ ചാടിപ്പുറത്ത് വീണിട്ട് ഇവരെ ഈ ബലൂൺ തമ്മിൽ ജാമായി നിൽക്കും. ഇടിക്ക് കുഴപ്പമൊന്നുമില്ല. പുതിയ ഇപ്പം ആൾക്കാർക്ക് എങ്കിലും ഒരു ആൾ പോണ രീതിയിലുള്ള ഇടി ഇടിച്ച അപ്പം തന്നെ ഇപ്പം തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൽ നിന്ന് ഒരു എയർ ബാഗ് പുറത്തേക്ക് വരുന്നുണ്ട് കാറിലെ. ഇടിച്ചാൽ അപ്പം തന്നെ ബാഗ് ചാടിപ്പുറത്ത് വീഴും. അപ്പം നെഞ്ചിനും സ്റ്റിയറിങ്ങിനും ഇടയ്ക്ക് നമുക്കൊരു പ്രതിരോധം കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല ഇപ്പം പുതിയ കാറിനകത്ത് നിന്ന് വണ്ടികൾ തമ്മിൽ ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടികളുടെ ഒരു വണ്ടിയുടെ പുറകിൽ നിന്നും മറ്റേ വണ്ടി മുമ്പിൽ നിന്നും വേറെ ഒരു വലിയ ബലൂൺ ഇങ്ങനെ വന്നിട്ട് രണ്ട് ബലൂൺ കൊണ്ട് ഇങ്ങനെ ജാമായി നിൽക്കും. ഒരു കേടും ഉണ്ടാകത്തില്ല. അത് ഓപ്ഷനാണ്, ഫുൾ ഓപ്ഷൻ. മുന്നോട്ട് പോകും തോറും പുതിയ ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഉടമ്പടി ഇതുപോലെ ദൈവത്തെ നമ്മൾ പക്ഷത്താക്കുന്ന, ദൈവത്തെ നമ്മൾ എല്ലാവിധത്തിലും പക്ഷത്താക്കുകയാണ്. അതിൻ്റെ അകത്ത് എല്ലാ കണ്ടൻറ്റുകളും, ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ദൈവത്തെ പക്ഷത്താക്കണത് ഏതെങ്കിലും കാലത്ത് ആക്കിയിട്ട് കാര്യമില്ല. അതിൻ്റെ ടൈമാണ് അതിൻ്റെ പ്രശ്നം. സാത്താനെ തകർത്ത് കളയണ ടൈം. സാത്താൻ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇടിമിന്നൽ പോലെ ഇറങ്ങണം, അത്ര സ്പീഡിൽ ഇറങ്ങണം. അതാണ് ഉടമ്പടി. അതിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സാത്താൻ ഇടിമിന്നൽ പോലെ. ശ്രുതികട ഹല്ലേലൂയ. ലൂക്ക 10:18. അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം എന്താ വിഷയം? സാത്താനെ അപ്പം താടി പോലെ വന്നുള്ള കുഴപ്പം എന്തായിരിക്കും? ഈ കൊല്ലത്ത് എത്തത്തില്ല താഴെ. സാത്താൻ ആകാശത്തുനിന്ന് അപ്പം താടി പോലെ വന്നുള്ള അവസ്ഥ എന്താ? അതിങ്ങനെ അവിടെയും തട്ടിയും മുട്ടിയൊക്കെ വരത്തുള്ളൂ. അതിനുള്ളിൽ നമുക്ക് നശിക്കാവുള്ളെല്ലാം നശിക്കും. അങ്ങനെയല്ല. സാത്താനെ തകർക്കണമെങ്കിൽ ഇടിമിന്നൽ പോലെ തകർക്കണം. ആ സ്പീഡാണ് പ്രശ്നം. അതിൻ്റെ അകത്ത് ആ സ്പീഡ് എങ്ങനെയാണ് തിന്മയുടെ ശക്തി ആര് കൂടുതൽ ചെയ്താലും മന്ത്രവാദം ചെയ്താലും ഇതിനെ സ്പീഡായിട്ട് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അതിനെന്താണ് ഉടമ്പടിയിലുള്ള കണ്ടൻ്റ് എന്ന് അറിയണം നിങ്ങൾ. എന്താണ് ഉടമ്പടി കണ്ടൻ്റ്? എന്താണ് അത്? ഈ 10 ലൂക്ക 10 എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണം? 10 എഴുതിയിരിക്കുന്നത് നിങ്ങളെ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ അവരോട് സുവിശേഷം അറിയിക്കണം. ആ സുവിശേഷം അറിയിച്ച ആൾക്കാരെ തിരിച്ചു വരുമ്പോഴാണ് സാത്താൻ്റെ ഇടിമിന്നൽ കർത്താവ് പറയണത്. പ്രേക്ഷിത പ്രവർത്തനമാണ് സാത്താൻ്റെ ഇടിമിന്നൽ പോലെ തകർക്കണ ഈ ഉടമ്പടിയിലെ കണ്ടൻറ്റ്. അത് ചെയ്യാതെ തകിട് കുപ്പിയും കൊണ്ട് കാപ്പിക്കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? അതാ വിഷയം. അതാണ്. ഒറ്റയ്ക്ക് ഇവിടെ കുറച്ചുകൂടി ഹല്ലേലൂയ. മത്തായി സുവിശേഷം 10:7.
പറഞ്ഞ പോകുവിൻ പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. സുവിശേഷ വേലയ്ക്കാണ് അപ്പോസ്തലന്മാരെ വിടുന്നത്. സാത്താൻ എപ്പോഴും ദൈവം നമ്മുടെ പക്ഷത്താക്കണമെങ്കിൽ ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്യണം. അതാണ് വിഷയം. നിങ്ങൾ ഉടമ്പടി എടുത്തു, ഉടമ്പടിയുടെ കാര്യങ്ങൾ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് ബേസ്ഡ് ഓരോ കണ്ടൻ്റുണ്ട്. ആ കണ്ടൻറ്റിന് വ്യക്തമായിട്ടുള്ള ആ ഓരോ കണ്ടൻറ്റുകളും ഓരോ ജീവിത വിഷയങ്ങളെയാണ് അത് കോൺസെൻട്രേറ്റ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉടനടി പരിഹാരം എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ഉടമ്പടി ഇത്തരം പോലെ സാത്താന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കണ ആരുടേതാണ്? പ്രേക്ഷിത പ്രവർത്തകരുടേതാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തകർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ, അതായത് ഡിയ എന്ന് പറഞ്ഞൊരു മോളെ കൊണ്ടുവന്ന് ആലുവയിൽ നിന്ന്, ഡാർലി മിസ്സാണ് ഈ ഡിയയെ കൊണ്ടുവരുന്നത്. ഡിയയുടെ പ്രശ്നം എന്താ? ഡിയയുടെ അപ്പൻ തളർന്ന് കിടക്കുന്ന, അതാണൊരു പ്രശ്നം. ഡിയയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഡിയയുടെ ഹസ്ബൻഡുണ്ട്, പക്ഷെ അദ്ദേഹം ഗൾഫിലാണ്, ചെറിയ ശമ്പളമേ ഉള്ളൂ. ഈ ചെറിയ ശമ്പളത്തിൽ അയാൾ ഡിയയെ നോക്കണം. ഡിയയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട്, അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ നോക്കണം, അപ്പൻ്റെ കാര്യം നോക്കണം, അതുകൊണ്ട് മിച്ചമൊന്നുമില്ല. ഇങ്ങനെ മിച്ചമില്ലാത്ത ഒരു കുടുംബത്തിൽ പെട്ടെന്ന് ഇവർക്ക് രോഗമാകും, ക്യാൻസർ ആകുമ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും, ക്യാൻസറാണ് ഡയഗ്നോസ് ചെയ്യും. അപ്പോൾ ഇവള് ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, ഇതുങ്ങൾ ആരെ ഏൽപ്പിക്കും? അപ്പോൾ സങ്കടമായി. അപ്പനാണെങ്കിൽ തളർന്ന് കിടക്കുകയാണ്, ഭർത്താവ് നാട്ടിലുമില്ല. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ഇവള് ഡോക്ടറിനോട് ചോദിക്കും, ഡോക്ടറെ ഞാൻ രക്ഷപ്പെടുവാന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർമാരുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ആളെ നോക്കത്തില്ല. അവരിങ്ങനെ പറയും, രക്ഷപ്പെട്ടാലും ഈ രോഗം പിന്നെയും വരുമെന്ന് പറയും. ഒരാശ്വാസത്തിന് വേണ്ടിയാണ് ഡോക്ടർമാരോട് ചോദിക്കണത്. പക്ഷെ ഡോക്ടർമാരിപ്പോഴേ പഠിച്ചു വെച്ചിരിക്കുന്ന സൈക്കോളജി എന്ന് പറഞ്ഞത് ആൾ പോയി കിടക്കണമെന്ന് ആദ്യമേ പറയണം. കാര്യം ആളിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ ബന്ധുക്കളോടെ വന്ന് ആശുപത്രി തല്ലി പൊളിക്കും ആൾക്കാർ. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കും, പിന്നെ കേസാകും. അതുകൊണ്ട് ഡോക്ടർ പറയും സർവത്ര കുഴപ്പമാണെന്ന് ഡോക്ടർമാർ പറയും. അവർക്ക് കുറ്റപ്പെടുന്ന കാര്യമില്ല. ജനങ്ങളുടെ ഇതുപോലെയുള്ള ബുദ്ധിമോശമായ പെരുമാറ്റം കൊണ്ടാണ് സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ ജനങ്ങൾ വികടത്തരം കാണിക്കരുത്. പോലീസ്, ഡോക്ടർ, ജനങ്ങളെ അവർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നവർ ജനങ്ങളെ വെറുത്താൽ പിന്നെ അവർ മുമ്പും പുറം നോക്കത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടാവുക. ഈ ജനജീവിതം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടൊരു ജീവിതമാണ്. അവർക്ക് മെയിൻ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത്രയും നമ്മളെന്താ കഷ്ടപ്പെടണമെന്ന് ഓർക്കും. അവർ പഠിച്ച വെച്ച് എത്തിക്സൊക്കെ അവർ തൽക്കാലം പൂട്ടി വെക്കും. എന്നിട്ട് എല്ലാവർക്കും ജീവിക്കണമെന്ന രീതിയിലുള്ള നിലപാടുകൾ ഡോക്ടർമാരെടുക്കും. അതാണ് ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാർ ഒരു ഉത്തരവാദിത്തം പറഞ്ഞു ഇതൊക്കെ വന്നാൽ പിന്നെയും തിരിച്ചു വരുമെന്ന് പറയും. അപ്പോൾ ഇതോട് ഇവിടെ ഇവളുടെ സപ്തനാടി, ഡിയയുടെ സപ്തനാടിയും തകർന്ന് നമ്മുടെ നാട് തകർന്നാൽ എന്താ പുള്ളിക്കെന്താ? അപ്പോൾ കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കുമെന്ന് ഇവളുടെ ഒരു അന്തരാളമാണ്. കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കും? അപ്പനാണെങ്കിൽ തളർന്ന് കിടക്കണം, ഭർത്താവിനാണ് തുച്ഛ വരുമാനമാണ്, എങ്ങനെ ജീവിക്കും? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കാണുന്ന ആരെങ്കിലും അടുപ്പക്കാരെ പരിചയപ്പക്കാരെ ഇത്തിരി ബന്ധമുള്ളവരെ കാണുമ്പോൾ പറയും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും നോക്കണം കേട്ടോ. ആ രീതിയിലായി വർത്തമാനമൊക്കെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം കേട്ടാ. നമുക്ക് സങ്കടം വരും കേൾക്കുമ്പോൾ. ഒരു മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ അഹങ്കരിക്കുമ്പോഴും ആ കട മേക്കിട്ട് കയറുമ്പോഴും ദൈവം ബലം പ്രയോഗിച്ച് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അവസരം ഉണ്ടാക്കുകയാണ്. ദാറ്റ്സ് നോൺ സെൻസ്. നിങ്ങളിപ്പോൾ കണ്ടത്തിലേക്ക് മുണ്ട് തട്ടി, എന്നെ തട്ടി ഞാനും തട്ടും, എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏതൊരാളെന്ന് ചോദിക്കുന്നതൊക്കെ പറഞ്ഞാൽ തണ്ടിൽ കാണിച്ചാണല്ലേ. ജീവിതം ഒന്ന് ആൻറ്റിയായിട്ടൊന്ന് ഒന്ന് തിരിച്ച് കറങ്ങിയ അപ്പം തന്നെ ആൾക്കാർ പട്ടാങ്കി പറയാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ മനുഷ്യർ. എന്നാൽ പിന്നെ ആദ്യമേ പറയാൻ പറ്റത്തില്ലേ? നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം എളിമപ്പെടാനിരിക്കണേ എന്തിനാണ്? എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഏത് വലിയ കൊമ്പനായാലും ശരി ആൾക്കാർ
പതുങ്ങി പൂച്ച പോലെ, പുലിയെല്ലാം പൂച്ച പോലെ. എന്നാൽ പിന്നെ ആദ്യമേ പൂച്ചയാകാൻ പാടില്ലേ? എന്തെങ്കിലും സംഭവിച്ചിട്ട് പുലി പൂച്ചയാകാനിരിക്കുകയാണ്. അതെന്താ പ്രശ്നം വെച്ചാൽ, എളിമ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും പറയാം, ഞാൻ എന്തുകൊണ്ടാണ് മരിയൻ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യണത്. കാര്യം മരിയൻ സ്പിരിച്വാലിറ്റി കോൺക്രീറ്റ് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോസ്തലന്മാരുടെ സ്പിരിച്വാലിറ്റിയിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാർ പ്രബോധനങ്ങളാണ് കൊടുക്കുക. അപ്പോസ്തല പ്രബോധനം എന്നല്ല പറയണത്, അപ്പോസ്തലന്മാർ പ്രബോധനങ്ങളാണ് കൊടുക്കുന്നത്. മറിയം, ഞാൻ കഴിഞ്ഞ ദിവസം മുരിങ്ങൂർ പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ഐ ഐഡൻറ്റിഫൈ മൈ സെൽഫ് ആസ് എ മരിയൻ കരിസ്മാറ്റിക് എന്ന് പറഞ്ഞത്. എന്താ കാര്യം, ഞാൻ കരിസ്മാറ്റിക്കാണ്, പക്ഷേ മരിയൻ കരിസ്മാറ്റിക്കാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാർ പലപ്പോഴും കൊടുക്കുന്നത് പ്രബോധനങ്ങളാണ് കൊടുക്കുന്നത്, ഡോഗ്മയാണ് കൊടുക്കുന്നത്. മറിയൻ ഡോഗ്മ കൊടുക്കത്തില്ല. അതാ പ്രശ്നം. മറിയൻ ജീവിതമാണ് കാണിക്കുന്നത്. എൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ശക്തി, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. ശക്തനായവനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കണമെങ്കിൽ അവിടുന്ന് തരം ദാസിയുടെ വിനീത അവസ്ഥ തൃക്കൻ പാർത്തു. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാടുക. ലൂക്ക 1:48-49 അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അപ്പൊ ഈ ഉടമ്പടിയിലൂടെ മക്കളെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉടമ്പടി എടുക്കണത് എന്തിനാ? ശക്തനായനെ കൊണ്ട് ഇനി വലിയ കാര്യങ്ങൾ ദൈവം ചെയ്താൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലേ നമ്മൾ ഉടമ്പടി എടുക്കണത്. ഇനി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യണം. വലിയ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്യണം? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ശക്തനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കണത്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ. പറഞ്ഞേ, വിനീത അവസ്ഥ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ട് അപ്പം തൽക്കാലം ഇങ്ങനെ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ചില സ്ഥലത്ത് ചിലരെ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എളിമപ്പെടണം. അങ്ങനെയല്ല. നമ്മുടെ എളിമകളുടെ ഒരു പ്രശ്നം അതാണ്. അതൊരവസ്ഥയല്ല, വിനീത അവസ്ഥ അല്ല അത് ചിലരെ സമയത്ത് ചിലരെ കാണുമ്പോൾ നമ്മൾ ജർമ്മനി കൊണ്ടുപോകാം, വിസക്ക് പൈസ വാങ്ങിക്കാതെ കൊണ്ടുപോകാനുള്ള കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിനീതാവസ്ഥയാണ്. മനസ്സിലായില്ലേ? അതാണ് ചില സമയത്ത് ചിലരെ കാണുമ്പോൾ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിനീതാവസ്ഥ. പലരുടെയും വിനീതാവസ്ഥയുടെ അവസ്ഥ അതാണ്. ബേസിക്കലി ദേ ആർ നോട്ട് അവർ ഒരു ഹമ്പിളല്ല, ബേസിക്കലി ഹമ്പിളല്ല. എടുത്തു കയറ്റി ഇങ്ങനെ കൊമ്പം വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഹമ്പിളാകും. എന്തിനാണ്? അവർക്ക് വല്ല മെച്ചം ഉണ്ടാകുന്ന സ്ഥലത്ത് വരുമ്പോൾ അവരിങ്ങനെ ഹമ്പിളാകും. അപ്പോൾ ഇങ്ങനെ ഒക്കേഷണൽ ഹമ്പിളിംഗ് ഇല്ലേ, അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നമുക്ക് വല്ല നേട്ടമുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ വിനയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉടമ്പടി വിനയമല്ല. അതാണ് അമ്മ പറയണത്. വിനീതം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ മഹത്വം. യേശുവേ ആരാധന.
തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താം എഴുന്നള്ളുകയാ. ദാസിയുടെ താളം തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താം എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളുടെ കൈ നെഞ്ചത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകര എന്റെ നെഞ്ചിൽ വെക്കണമേ. കർത്താവേ, പരിശുദ്ധ അമ്മയെ പോലെ എന്നെയും വിനയാന്വിത മനോഭാവം ജീവിതാവസ്ഥയായി ദൈവകൃപ ആർജിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായി എന്നെ ഉടമ്പടിയിലൂടെ രൂപാന്തരപ്പെടുത്തണമേ. സർവശക്തിയോടെ ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ് ഓവറായി. രണ്ടാമത്തെ പോയിന്റിന്റെ പകുതിക്ക് നിൽക്കുകയാണ്. ഒരു പോയിന്റ് എന്തായിരുന്നു? അച്ഛൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് എന്താണ്? ദൈവത്തെ നമ്മുടെ പക്ഷം ചേർക്കുക. അപ്പോൾ ആര് നമുക്ക്, അതാണ് ഫസ്റ്റ് പോയിന്റ്, മറന്നുപോയി. സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് പോയിന്റ്, ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി വിനീതം എന്ന് പറയുന്നത് ഒരു ഒക്കേഷൻ അല്ലാത്ത രീതിയിൽ ഒരവസ്ഥയായി രൂപാന്തരപ്പെടുത്തുക. ഓക്കെ അല്ലേ? താങ്ക് യു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ രാജനീശോ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈകൾ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കേണ്ടത്, അമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് കർത്താവ് ഉയർച്ചെന്നേറ്റ ദിവസം ഞായറാഴ്ച കർത്താവിൻ്റെ മുമ്പിൽ ആരാധന കൂടുകയാണ്. നമ്മൾ ഒരു കുഞ്ഞിനെപ്പോലും കർത്താവ് കണ്ണീരോടെ തിരിച്ച് വീട്ടിലോട്ട് വിടത്തില്ല. നിങ്ങൾ എന്ത് തന്നെ പ്രയാസത്തിലായാലും, അത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യമായാലും കർത്താവ് നിന്റെ കൂടെ വരും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. നിന്റെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. നിന്റെ
ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ. നിന്നെ രക്ഷിതാവും എന്നിലെ എഴുന്നള്ളണമേ. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ നിങ്ങളോട് പറഞ്ഞ ദൈവത്തെ നമ്മുടെ പക്ഷത്താക്കാൻ, നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തെക്കൊണ്ട് പ്രതിരോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നത്. പക്ഷെ അതിന് എപ്പോഴും വരുന്ന ഒരു വിഷയമാണ്, കർത്താവിൻ്റെ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയും ദൈവത്തിൻ്റെ അകമഴിഞ്ഞ വലിയ ആത്മബന്ധത്തിലേക്ക് ആണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കണമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അമിതമായ ഒരു വിഷയങ്ങളോടെ ഓരോ വിഷയം ഇത്തിരി നീണ്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ വല്ലാത്ത രീതിയിൽ അലോസരപ്പെടുകയല്ലേ. അപ്പോൾ ദൈവം അതിനേക്കാൾ കൂടുതൽ അലോസരപ്പെടുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിസ വരാൻ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അലോസരപ്പെടുന്നില്ലേ? അപ്പം നിങ്ങൾ അലോസരപ്പെടുന്നത് കണ്ടിട്ട് ദൈവം നിങ്ങളെ ഓർത്ത് അതിനേക്കാൾ വലിയ അലോസരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബി ഹാപ്പി, സന്തോഷമായിരിക്കണം. കർത്താവ് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും എന്താണ്? ഇപ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നില്ലേ? ആരോട്? ദൈവത്തോടുള്ള സ്നേഹമായിരിക്കും. ദൈവത്തോട് സ്നേഹം വർദ്ധിക്കുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 14:1. 1 കൊരിന്തോസ് 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യം എന്ത്? ജപ്റ്റിനോടെ മാറുക. നിങ്ങളുടെ ലക്ഷ്യം കല്യാണം ഒത്തുവരിക. നിങ്ങളുടെ ലക്ഷ്യം മക്കളില്ലാത്തവരുടെ മക്കളുണ്ടാവുക. അപ്പം നിയോഗമാണ് ഇപ്പം നിങ്ങളുടെ ലക്ഷ്യം. അതൊന്ന് യൂട്ടേൺ എടുക്കണം, ടെസ്റ്റ് ചെയ്യണം. നിയോഗം തന്നെ ആയിരിക്കണം പുതുക്കുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, പുതുക്കുമ്പോഴും 3-4 പുതുക്കിയിട്ടുണ്ട് ഇപ്പോൾ, അപ്പോഴും നിയോഗം തന്നെ ലക്ഷ്യമാണെങ്കിൽ ഈ വള്ളത്തിൻ്റെ അകത്ത് വെള്ളം കിടക്കണ പോലെയാണ് ഇപ്പം കിടക്കണത്. വെള്ളം വേണം, നിയോഗമൊക്കെ ആവശ്യമാണ്. വള്ളം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണം, അല്ലേ? പക്ഷെ ആ വെള്ളം ഈ വള്ളത്തിനകത്ത് കിടന്നാൽ വള്ളം മുങ്ങിപ്പോവും. പലരുടെ ഉടമ്പടി വെള്ളം മുങ്ങിയിരിക്കുകയാണ്. പലരുടെ ഉടമ്പടി വെള്ളം മുങ്ങിപ്പോയി. എന്താ കാര്യം? നിയോഗത്തിനാണ് അവർക്ക് ഒത്തിരി പ്രാധാന്യം വന്നത്. അപ്പം നിയോഗത്തെ ഇപ്പോൾ കല്യാണം താമസിച്ച് പോയി നിങ്ങളുടെ കൂട്ടുകാരത്തി കുറിയും കൊണ്ട് വരുമ്പോൾ നിങ്ങൾ പാത്തുകളെ ഓടി. ഞാനിവിടെ ഇല്ലെന്ന് മമ്മി പറഞ്ഞേക്കാൻ പറയും ഞാനിവിടെ ഇല്ലെന്ന്. അവളവിടെ ഇരിപ്പുണ്ടേ, അവൾക്ക് ഇവിടെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ്. അവൾ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലേ കൂട്ടുകാരത്തേക്ക്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കല്യാണം വന്നിട്ടില്ല, ഉടമ്പടി എടുക്കാത്ത അവൾക്ക് കല്യാണം വന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അലോസരമുണ്ട്. അത് ദൈവത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതാണ് വിഷയം. ഈ ദൈവമായിട്ട് ഡീലിങ് വളരെ ഇൻ്റലിജൻറ്റ് ഡീലിങ്ങേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഈ ഇമോഷൻ ഡീലിങ് പറ്റത്തില്ല. നിങ്ങൾ ദൈവമായിട്ട് ഡീല് ചെയ്യണത് ഇമോഷണലിയാണ്, അല്ല അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇൻ്റലിജൻറ്റ് ഡീലിങ് വേണം. കാര്യം കർത്താവ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഫിനിഷ്ഡ് ആയിരിക്കും. കർത്താവിന് നിനക്കൊരു കാര്യം ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് പക്കയായിട്ടായിരിക്കും ചെയ്യണത്. നീയായിട്ട് വല്ല കുഴപ്പമുണ്ടാക്കണമെന്നേ ഉള്ളൂ. ദൈവത്തെക്കാൾ പ്രാധാന്യം എന്തിനെ കൊടുത്താലും പിന്നെ ദൈവം നമ്മുടെ കക്ഷിയല്ല, സംരക്ഷണം കിട്ടത്തില്ല. ഉടമ്പടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാ കണ്ടൻറ്റിലും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. എല്ലാ കണ്ടൻറ്റിലും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. കാര്യം എൻ്റെ മക്കളോട് ഞാനൊരു കാര്യം പറയാം, സത്യമായിട്ടും പറയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിളിലെ ചില കീ വേഡ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഉടമ്പടി ധ്യാനത്തെ നിങ്ങളോട് പറഞ്ഞു, മക്കളെ ഇത് നിങ്ങൾ ഡ്രോയിങ് റൂമിൽ എഴുതി വെക്കണം, അല്ല കിച്ചണിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. എന്താണ്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും പറഞ്ഞേ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതൊരു വല്ലാത്ത വാക്കാണ്.
ഇതിന് നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുന്ന വാക്കാണിത്. നമ്മുടെ ഉടമ്പടിയുടെ അടിസ്ഥാന വാക്കാണിത്. എന്താണ്? മർക്കോസ് 16:20. എന്താണ് വായിക്കുക? ഒന്ന് വായിച്ചേ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ കുറേ കണ്ടന്റുകളുണ്ട്. നമ്മുടെ വിഷയം എന്തായിരുന്നു? നമ്മുടെ വിഷയം സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടുവന്ന് ഈശോ പറയുകയാണ് അല്ലേ. എപ്പോഴാണ് പറയണത്? ഇവരെല്ലാം ഈ പ്രവർത്തനത്തിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത് പറയണത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് സാത്താന് വേണമെങ്കിൽ അപ്പം തടി പോലെ താഴെ വരാൻ പറ്റും, 2 കൊല്ലം എടുക്കുന്നേ ഉള്ളൂ. ഇടിമിന്നൽ പോലെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. അത് തന്നെയല്ലേ ഇത്? അത് തന്നെയല്ലേ ഈ 16:20 മർക്കോസ് പറയണത്? ഒന്നിട്ട് വായിച്ചേ, ബേഡ് ബൈ ബേഡ് വായിച്ചേ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അതാണ് സംഭവം. ഫസ്റ്റ് എന്താണ്? അവരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്ത് വീട്ടിൽ നിന്നല്ല പറയണത്. അതായത് ഉടമ്പടിയെ എടുത്തിട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് അത് മാത്രം ചൊല്ലി വീട്ടിലിരിക്കുന്ന ജന്മങ്ങൾ കൂടുതലാണ്. ഇവർ നമുക്ക് ഭീഷണിയാണ് എപ്പോഴായാലും. കാര്യം അവർ സാത്താൻ അവരിൽ പ്രവർത്തിക്കും. എന്നിട്ട് അവർ പറയും ഞാൻ ഉടമ്പടി എടുത്തതാണ്, എനിക്കൊന്നും നടന്നില്ലെന്ന് പറയും. ഇവരത് പറയും. പക്ഷെ എവിടെയാണ് പ്രവർത്തിക്കണത്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും പറഞ്ഞേ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക? എല്ലായിടത്തും പോയി. ആ വാക്ക് വായിച്ചേ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അപ്പൊ എല്ലായിടത്തും പോയി പ്രസംഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കർത്താവിനെ കുറിച്ച് പറയണം. അതാണ് ഉടമ്പടിയുടെ സ്പീഡ് കൂട്ടുന്നത്. അല്ല നിങ്ങൾ വിസ വന്നില്ല, ജപ്തി നടപടി മാറിയില്ലെന്ന് പറഞ്ഞ് അച്ഛനെ തന്നെ 1 മാസം 2 പ്രാവശ്യം കണ്ടവരുണ്ട്. ഞാൻ കൈയോടെ പിടിക്കുകയെ 1 പ്രാവശ്യം. എനിക്ക് ആൾക്കാരെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾ 2 പ്രാവശ്യം 1 മാസം വന്നാൽ എനിക്കറിയാൻ പറ്റും, അല്ലാതെ തന്നെ അറിയാൻ പറ്റും. കാര്യം നിങ്ങൾക്ക് അവിടെ ചീട്ട് കിട്ടുമ്പോൾ തന്നെ അവരവിടെ എഴുതി വെക്കും, ഇയാൾ നിങ്ങളുടെ ഉടമ്പടി പേപ്പറിൽ തന്നെ എഴുതി വെക്കും, ഇയാൾ അച്ഛനെ ഇന്ന തീയതിൽ ഇന്ന കാര്യത്തിൽ കണ്ടതാണെന്ന്. കാര്യം മാറ്റി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചീട്ട് കിട്ടുന്നില്ല. കാര്യം മാറ്റി പറയണമെങ്കിൽ ചിലപ്പോൾ 1 മാസം 3 മാസം കൂടുമ്പോൾ വീണ്ടും കാര്യം മാറ്റി പറഞ്ഞാൽ അതിൻ്റെ രേഖ ഉണ്ടെങ്കിൽ കാണാൻ ചിലപ്പോൾ അനുവദിക്കും. കാര്യം പറഞ്ഞാൽ മതി. അതേ കാര്യം തന്നെ പറഞ്ഞാൽ കിട്ടത്തില്ല. എന്താ കാര്യം? അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ റോളാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെടിപ്പ് മെനയോട് കൂടി ഉടമ്പടി ജീവിക്കുക എന്നുള്ളത്. അത് എല്ലായിടത്തും പോയി. ഇപ്പം ഈ നമ്മളുടെ ഡിയയെ കൊണ്ടുവന്നത് ആരാണ്? ഡിയയുടെ അവസ്ഥ കണ്ടല്ലോ. ഡോക്ടർ പോലും പറഞ്ഞു ഈ സംഭവം ഡോക്ടർ ഞാൻ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇതൊക്കെ പോയാലും പിന്നെയും വരുമെന്ന് പറയും. അതാണ് ഡോക്ടർ കൊടുക്കുന്ന ഉപദേശം. അപ്പോൾ ഇവൾ സപ്തനാടികളും തളർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഡാർലി മിസ്സിനെ ഇടയ്ക്ക് ഇവരൊക്കെ ചെയ്യണ എവിടെയോ വെച്ച് പരിചയപ്പെട്ട് ഡാർലി മിസ്സിന് പരിചയമുള്ള ആളാണ്. ഡാർലി മിസ്സിനെ പറഞ്ഞു മനസ്സേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണുണ്ടാകണമേ. എല്ലാവരും പറയണത് അതാണ്. അവൾ കാണുന്ന ഈ എല്ലാവരോടും ഈ യാത്രയും പറഞ്ഞ് പോവുകയാണ് ആളേ. ആ സീനെന്ന് പറഞ്ഞാൽ വളരെ മോശം സീനാണ്, ശരിക്കും സങ്കടകരമായ സീനാണ്. ഇപ്പോൾ ഡാർലി മിസ്സിന് ഇതിന് പരിചയം ഉണ്ടായിരുന്നു. ഡാർലി മിസ്സിന് ഇവർക്ക് നടക്കാനും പാടില്ല, കാലേ നീര്, മുഖത്ത് നീര്, മൊത്തം നീര്, അനങ്ങാൻ പാടില്ലായിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പറയണത് ഡാർലി മിസ്സേ എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണുണ്ടാകണേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീൻ കണ്ട. അപ്പോൾ ഡാർലി മിസ് പറയുന്നത് നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിന്നെ അമ്മയെടുത്ത് കൊണ്ടുപോകാമെന്ന് പറയും. അതാണ് പ്രേക്ഷിത എന്ന് പറയുന്നത്. അപ്പോൾ ഇവൾ പറയും ഞാനെങ്ങനെ വരൂ, എനിക്ക് ബസ്സേക്കാർ നടക്കാൻ പോലും പറ്റാത്ത ആളെ കാലേ നീരാണ്. ബസ്സേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കാലിൽ തൂങ്ങിയാൽ പിന്നെ കാലിന് 1 കിലോ കണക്കിന് ഭാരമാകും, എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല, അത് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും. അതാണ് ആ പ്രേക്ഷിതരുടെ ചൈതന്യം എന്ന് പറഞ്ഞതാണ്. അല്ല പ്രത്യക്ഷീകരണം വാർത്തം ചൊല്ലി ഇരുട്ടത്ത് കുത്തിരിക്കുകയല്ല. അവർ പറയും ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും. അവിടെ ഇച്ഛാശക്തിയുണ്ട്. പ്രേക്ഷിതർക്ക് എപ്പോഴും അഭിഷേക ശക്തി ഉണ്ടാകും. ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷമം കേട്ട് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഇരട്ടി ശക്തി, അവർ പ്രേക്ഷിതരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരട്ടി ശക്തി കിട്ടും. കാര്യം ഇതിനെ പിക്കപ്പ് ചെയ്യണമെന്ന് പറയും. പിന്നെ എന്താണ്, പിന്നെ ഇവരുടെ കെയർ ഓഫിലാണ് മാതാവ് ഇവരെ അഡ്മിറ്റ് ചെയ്യണത്. കാര്യം അവരും ഈ ഡിയയും മാതാവും തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല.
ഡാർലി മിസ്സും മാതാവും തമ്മിൽ ഭയങ്കര, അതാണ് പ്രേക്ഷിതരെന്ന് എപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രേക്ഷിതരെന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് വീട്ടിൽ വില ഉണ്ടാകത്തില്ല, സഭയിലും വില ഉണ്ടാകത്തില്ല. ഈ വീട്ടിലും സഭയിലും വില ഉണ്ടായിട്ട് എന്നാ കാണിക്കാനാണ്? വില കൊടുക്കണ ആരായിരിക്കും? ദൈവം. പ്രേക്ഷിതർക്ക് ദൈവമാണ് വില. വേറെ ആരുടെയും വില നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കിട്ടണം കാര്യമില്ല. ആരുടെയും പേരോ നല്ല പേരോ സൽപ്പേരോ കിട്ടാൻ വേണ്ടി നിങ്ങൾ പണിക്ക് പോകരുത്. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സന്തോഷിക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ സ്വർഗ്ഗീയ രാജരീശ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 10:20. ലൂക്കാ 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. പ്രേക്ഷിതരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വണ്ടിക്കാരും വീട്ടുകാരും നിനക്കിതേ പണിയുള്ള വേറെ നാട്ടിൽ വേറെ ആരും പ്രാർത്ഥിക്കാനൊക്കെ ആകില്ല. നിനക്ക് എപ്പോഴും കൃപാസനത്തിൽ ഓട്ടം എന്ന് ഭർത്താവ് പറയും. തീർച്ചയായിട്ടും പറയും, ഒരു സംശയമില്ല. എന്താ കാര്യം പറഞ്ഞിരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ കിട്ടിക്കുന്ന അഭിഷേകം, കർത്താവ് എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ല. അവിടെ സമാധാനം എന്നാണ് ഈശോ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഉദ്ദേശിക്കുന്നത് അഭിഷേകം എന്നാണ് ശരിക്കും. ഇതിനെല്ലാത്തിനെയും, അതായത് ദൈവമാണ് ആ അഭിഷേകം കൊടുത്തിരിക്കുന്നത്. ആ അഭിഷേകം ഭർത്താവിന് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല, ഭർത്താവിൻ്റെ അമ്മയ്ക്കെടുത്ത് മാറ്റാൻ പറ്റത്തില്ല, നാട്ടുകാർക്കെടുത്ത് മാറ്റാൻ പറ്റത്തില്ല, വികാരിച്ചിനെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറയണത്. ഞാൻ നിങ്ങൾക്ക് തന്ന സമാധാനം, അഭിഷേകം ആരും നിങ്ങൾ എടുത്ത് കളയത്തില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അപ്പൊ പ്രേക്ഷിതരെന്ന് പറയുന്ന ഒരു ആന്തരിക അഭിഷേകമാണ് ആ സംഭവം. നമ്മൾ ദൈവസ്നേഹത്തോടെ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഡിയായോട് എന്തുകൊണ്ടാണ് ഡാർലി മിസ് പറയണത്, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന്. ആ കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഈ ഡാർലി മിസ്സിൻ്റെ പേര് മാതാവിൻ്റെ പുസ്തകത്തിലുണ്ട്. ഡാർലി മിസ് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ഡോക്ടർമാരെന്ത് പറഞ്ഞാലും വൈദ്യശാസ്ത്രം എന്ത് പറഞ്ഞാലും മാതാവ് നോക്കത്തില്ല. അത് വിറ്റ് രസം എന്ന് പറഞ്ഞതിൽ അവരിവിടെ വന്നു, അവരിവിടെ ഇതിൽ കയറി ഡാർലി മിസ് അവരെ പിടിച്ചുകൊണ്ട് വരികയാണ്. കയറിയപ്പോൾ ബസ്സായിരിക്കുമ്പോൾ ഇങ്ങനെ കാല് തൂങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് കയറിയപ്പോൾ കാലിൽ ഒരു തുള്ളി നീരില്ല. അകത്ത് കയറിയതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അവർ ഉടമ്പടി എടുത്തില്ല, ഒന്നും ചെയ്തില്ല. അകത്ത് കയറിയതേ ഉള്ളൂ. അത് ആരുടെ അക്കൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്? ഡാർലി മിസ്സിൻ്റെ അക്കൗണ്ടിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. അവളുടെ പേര് മാതാവിൻ്റെ പുസ്തകത്തിലുണ്ട്. അല്ലെങ്കിൽ ചെറിയോള് നിങ്ങൾ ഉടമ്പടി തോറ്റു പോകുന്നവരെന്താണ്? മാതാവിനെ തോപ്പിക്കാൻ നോക്കിയിട്ടാണ് തോറ്റു പോണത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യത്തില്ല. മറിച്ച് നിങ്ങൾ വിസ വന്നാൽ, ഓഫർ ലെറ്റർ വന്നാന്ന് പറഞ്ഞിട്ട് എപ്പോഴും കമ്പ്യൂട്ടർ അടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ജപ്തി നടപടി മാറിയ ബാങ്കിൽ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഞാനില്ല. ഡാർലി മിസ് കഥക്കാറുണ്ടെന്നാണ്. അതാണ് ചിരിച്ചു പോയത്. അല്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ.
നമ്മൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്? അത് മകളുടെ കല്യാണം നടക്കാനാണെന്ന് പറയരുത്, അങ്ങനെ പറയരുത്. എന്താ പറയേണ്ടത്? ദൈവമായിട്ട് എനിക്ക് ആഴവും ആത്മാർത്ഥവുമായ ബന്ധം. ആഴമായ ബന്ധമല്ല പ്രശ്നം, ബന്ധം ആത്മാർത്ഥമായിരിക്കണം. കർത്താവ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കണം, അതാണ് വിഷയം. ഇപ്പം ബ്രദർ പാടില്ല, എന്നാ പറഞ്ഞത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് എന്ന് നിൽക്കും, അതാണ് സംഭവം. അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയണത് കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കണം. കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവ് കൂടെ പ്രവർത്തിച്ചാലേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. കാര്യം ഉടമ്പടിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട് ബൈ മെറിറ്റ്. അതാണ് പ്രശ്നം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത് വർക്ക് ചെയ്യത്തുള്ളെങ്കിൽ നമ്മുടെ കഴിവിന് വലിയ പ്രാധാന്യം അവിടെ ഇല്ല, എൻ്റെ മെറിറ്റിന് വലിയ വിലയില്ല. അപ്പം പിന്നെ എന്താ പറയേണ്ടത്? ദൈവത്തിൻ്റെ കൃപയ്ക്കേ വിലയുള്ളൂ. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനാണ് പറയണത്. അപ്പം നമ്മുടെ ചിന്ത എന്താണ്? കർത്താവ്, ഇനി ഞാൻ ഏകനല്ല. ഇപ്പോൾ ഈശോ ഉടമ്പടി എടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ, അല്ലേ? ഒരു വാഗ്ദാനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അത് കർത്താവ് കൂടെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം കർത്താവ്, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. അതായത് നമ്മൾ ആദ്യം കണ്ട ആളിൻ്റെ പേരെന്നാ? അലീന. അലീനയുടെ പ്രശ്നം എന്താ? അലീനയുടെ പ്രശ്നം കർത്താവ് കൂടെ പ്രവർത്തിച്ച പ്രശ്നമാണ്. അലീനയുടെ വിഷയം എന്താ? അലീന ജർമ്മനി പോകുന്നു, മാസ്റ്റേഴ്സ് എടുക്കുന്നു. പക്ഷേ അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ വിസ കാലാവധി കഴിഞ്ഞു. അവളുടെ വിസ പുതുക്കി കിട്ടണില്ല. അവളുടെ പ്രശ്നം എന്താ? അവൾ തിരിച്ച് നാട്ടിൽ വരണം. നാട്ടിൽ വന്ന അവളുടെ പ്രശ്നം എന്താ? വിദ്യാഭ്യാസത്തിൻ്റെ ലോണിൻ്റെ പലിശ കൊടുക്കണം. അത് വീട് വിറ്റാലും തീരത്തില്ല. അപ്പോൾ അവൾ കുഴഞ്ഞ് വീണുപോയി. ആൾ ഭയങ്കര വിഷമത്തിലായി. അപ്പോൾ ആൾ ഉടമ്പടി എടുത്തിട്ട് അവിടെ നിന്ന് പോയത്. ആ ഉടമ്പടി തന്നെ അവിടെ ചെന്നെങ്കിലും ഇവളെ ഉടമ്പടിയിൽ നിന്ന് യാതൊരു കോംപ്രമൈസും ഇല്ല, അങ്ങ് നിൽക്കണം ഉടമ്പടി. അതാ വിഷയം. ഉടമ്പടി നിൽക്കണം ആൾ. അപ്പോൾ എന്തിനാൾ എന്താ പറയുക? അങ്ങനെ പറയാൻ കാര്യം അവിടെ സാക്ഷ്യത്തെ പറയുന്നുണ്ട്. അവൾ വിസ പുതുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. വിസ പുതുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തെല്ലാം വേണം? 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? 13 ലക്ഷത്തിൻ്റെ ഫൈനാൻസ് ഡോക്യുമെൻ്റ് വേണം. 13 ലക്ഷം. ജർമ്മനി വിസ പുതുക്കി കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ 13 ലക്ഷം രൂപ വേണം. അതിൻ്റെ ഡോക്യുമെൻ്റ്, ബാങ്ക് ഡോക്യുമെൻ്റ് കൊടുക്കണം. പിന്നെ നമ്മൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ജോലിക്ക് നമ്മൾ കേപ്പബിളാണ്, കോമ്പറ്റൻ്റ് ആണെന്ന് കാണിക്കുന്ന ഡോക്യുമെൻ്റ് വേണം. അങ്ങനെ 3 ഡോക്യുമെൻ്റ് ഇവർക്ക് വേണം. ഇവിടെ കയ്യിൽ 0 ഡോക്യുമെൻ്റാണ്. ഒരു ഡോക്യുമെൻറ്റും ഇല്ല. കാരണം കയ്യിലില്ല. 13,000 രൂപ പോയിട്ട് 13 ലക്ഷം രൂപ പോയിട്ട് 13,000 രൂപ ഇല്ല. ഇവിടെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൊടുക്കാൻ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. പിടിക്കാൻ ഡോക്യുമെൻ്റ് ഇല്ല എന്നെങ്കിലും അപ്പോൾ അവൾ പറയണത് എനിക്ക് ഒറ്റ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുള്ളത്. എന്താണ്? ഉടമ്പടി. ഈ ആൾക്കാർക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കണത്. നിങ്ങൾ ലോജിക്കാണെന്ന് പറഞ്ഞ് കൃപാസത്തെ ചില ആൾക്കാരെ കുറിച്ചിക്കുമായിരുന്നല്ല. ഇന്നത്തെ ലോജിക്കില്ലെന്ന്. ഇതിൻ്റെ ലോജിക്കുള്ളു. ഇതിൻ്റെ ലോജിക്ക് എന്താ? അവളുടെ ഇതിൻ്റെ ലോജിക്ക് നോക്കിയേ. അവളുടെ കയ്യിൽ 13 ലക്ഷം പോയിട്ട് 13,000ൻ്റെ ബാങ്ക് റിസിപ്റ്റ് ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, എവിടെയാണ് ജോലി ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവർ ചോദിക്കണ ഒരു സാധനവും ഇവളുടെ കയ്യിലില്ല. ഇവളുടെ കയ്യിൽ ഇവിടെ പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയണത് മാതാവുമായി ചെയ്ത ഉടമ്പടിയാണ്. അപ്പം അത് ആ കാര്യത്തിൽ അവൾ സ്ട്രോങ്ങാണ്. ആ കാര്യത്തിൽ ആ ഉടമ്പടി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവളുടെ പറഞ്ഞ് എനിക്ക് ഒത്തിരി കാശൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഒത്തിരി ദാനധർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. കയ്യില്ല ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അതിൽ മാത്രമേ എനിക്ക് ഇത്തിരി കുറവ് വരാൻ സാധ്യതയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കുള്ള ആസ്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഡോക്യുമെൻ്റ് മാത്രം, അമ്മയുടെ ഉടമ്പടി മാത്രമാണ്. അപ്പോഴേ ഇത് വെച്ച് വിസ പുതുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ വെച്ചിരിക്കുകയാണ്. അവൾ പറയണേ, അവൾ മാതാവിനോട് പറയാം, എനിക്കൊരു 6 മാസം കൂടി പുതുക്കി തന്നാൽ മതി, ഞാൻ എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്നുള്ളതാണ്. ഇപ്പം പാത്രം കഴുകണമെങ്കിൽ എന്താ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ യൂറോപ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ
എല്ലാ മലയാളിയും നമ്മളെ നോക്കി ചിരിക്കും. അവരൊന്നും ചെയ്യണ ജോലി എന്നൊക്കെ പറയണത് എന്ത് ജോലിയും ചെയ്യാൻ. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ എല്ലാ ജോലിയും ചെയ്യും. കാരണം ജോലി എല്ലാം മഹത്വമുള്ളതാണല്ലോ. നമ്മൾ ഈ മലയാളത്തിൽ കാസ്റ്റ് സിസ്റ്റത്തിൽ കിടക്കുകയല്ലേ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോലിയെ തന്നെ ശൂദ്രന്മാരുടെ പണിയാക്കി മാറ്റിയിരിക്കുന്നത് വൃത്തികെട്ട ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബലിയാടുകളായിട്ട് തലമുറയായിട്ട് രാജ്യം ജീവിക്കുകയല്ലേ. അപ്പോൾ ഇതിന് ഒരു വിപ്ലവം ഇവിടെ ഏറ്റിട്ടില്ല. എത്ര വിപ്ലവങ്ങൾ വന്നു, അവസാനം വന്ന കമ്മ്യൂണിസം വരെ വന്നെങ്കിലും കാസ്റ്റ് സിസ്റ്റത്തിന് വല്ല കുഴപ്പമുണ്ടോ? അവരൊരു കുഴപ്പമില്ല. ആ കാസ്റ്റ് സിസ്റ്റം, ആ ജനിതകമായിട്ടുള്ള ജാതി വ്യവസ്ഥ ഇപ്പോഴും വിടുപണി ചെയ്ത് മനുഷ്യനെ ജോലിക്കൊരു മാന്യത കൊടുത്തിട്ടില്ല ഇവിടെ. പക്ഷെ മലയാളി പുറത്തു പോയി കഴിയുമ്പോൾ ജോലിക്ക് മാന്യത കൊടുത്തിരിക്കുന്ന ജനങ്ങളെ കാണുമവൻ. സംസ്കാരം എന്താണ്, മൂല്യം എന്താണ്, ഈ ഉച്ചനീചത്വം ഇല്ലാത്തൊരു സമൂഹം എങ്ങനെയാണ് ജീവിക്കണമെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ മലയാളി എന്ത് ജോലിയും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവൾ പറഞ്ഞ അമ്മ ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം, എനിക്കൊരു 6 മാസം. പക്ഷേ 6 മാസം പറയാൻ ഇവളുടെ അടുത്തൊന്നും ഇല്ലേ, ഒരു ഡോക്യുമെൻറ്റും ഇല്ല ഇവിടെ വെക്കാൻ പറ്റിയ. കാണുമ്പോൾ തന്നെ റിജക്റ്റായി കളയും. വിസ പ്രോസസ്സിംഗ് നിങ്ങൾ നോക്കിയാൽ ഭയങ്കര പാടാണ്. ഞാൻ ധ്യാനിപ്പിക്കാൻ പോയിട്ട് പോലും റിജക്റ്റായി പോയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പൈസ മുഴുവനും കെട്ടിവെച്ചിട്ട് പോലും റിജക്റ്റാകുകയാണ് വിസ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അതപ്പോൾ ഈ മറ്റുള്ളവർ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞ് ഞാൻ വിസിറ്റിങ്ങിൽ പോയിട്ടാണ് തിരിച്ചു വരുമ്പോഴാണ്, എന്നിട്ടാണ് ഇടയ്ക്ക് റിജക്റ്റ് ആകണം ഈ വിഷയം. പിന്നെ കറക്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് കറക്റ്റ് ചെയ്താണ് ഈ പോണത്. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലെഫ്റ്റ് ഇൻ ദി എയർ ആയിട്ടുള്ള പ്രതീതിയാണ്. അപ്പോൾ ഇവിടെ അമ്മയോട് പറയും, അമ്മയുടെ ഉടമ്പടി മാത്രമേ എനിക്ക് ആസ്തിയുള്ളൂ, ഡോക്യുമെൻ്റായിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു 6 മാസം തന്നാൽ മതി എന്ന് പറയും. അത് കിട്ടാൻ വകുപ്പില്ലാത്ത കൊണ്ട് അമ്മയുടെ അടുത്ത് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. പക്ഷേ ഡേറ്റ് ആയപ്പോൾ ഇവളുടെ ഈ മോളുടെ അമ്മ, സ്വന്തം അമ്മ, അവരും കുറച്ച് പ്രെയറുള്ള ലേഡിയാണെന്ന് തോന്നുന്നു. അവർ ഇവളെ വിളിക്കും, എടി ഒന്ന് നോക്ക് കമ്പ്യൂട്ടർ, നീ പോസ്റ്റ് ബോക്സിൽ നോക്ക്, എന്തോ അവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറയും. അതാണ് രസം. അലീനയുടെ അമ്മ വിളിക്കും, പോസ്റ്റ് ബോക്സ് നോക്ക്. അപ്പോൾ ഇവൾക്ക് നോക്കാൻ കഴിയില്ല, കാര്യം എന്താ, അവിടെ എന്തുണ്ടാകാനാണ്, ഒന്നും ഇല്ലല്ലോ. പക്ഷെ പോസ്റ്റ് ബോക്സ് നോക്കിയപ്പോൾ ഇവർക്ക് കത്ത് കിട്ടും. കത്ത് കിട്ടി, കത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ 6 മാസമല്ല 2 കൊല്ലത്തെ വിസയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഞാനത് കണ്ടിട്ട് സത്യം ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞത് ശരിയല്ലേ അമ്മ, എൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഇല്ല, ഒരു 5 പൈസയും ഇല്ല, ഞാൻ ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെയാണ് വിസയ്ക്ക് പറയണത്, നീയാണ് എൻ്റെ ഡോക്യുമെൻ്റ് എന്ന്. അപ്പോൾ എത്രയാണ്? 2 കൊല്ലത്തേക്ക് അപ്പോൾ ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. ഞാൻ നോട്ട് ബൈ മെറിറ്റ് പറഞ്ഞാൽ നിങ്ങളത് ചിലർക്ക് മനസ്സിലാവത്തില്ല. കാര്യം ഇത് നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ ഏതെങ്കിലും സമയത്ത് ഈ നോട്ട് ബൈ മെറിറ്റ് വരും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിന് ഒരു മാസത്ത് നമ്മൾ ഡീല് ചെയ്യുന്ന വിഷയങ്ങൾ നോക്കിയാൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും നോട്ട് ബൈ മെറിറ്റ് വരും. എന്താണ്? നമുക്ക് കഴിവില്ല, അത് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം അധിഷ്ഠാനപ്പെടുത്തുകയാണ്. അപ്പം നമ്മളെന്താ ചെയ്യണത്? ഈ നോട്ട് ബൈ മെറിറ്റിൻ്റെ ബൈബിൾ പ്രൊവിഷൻ എടുത്തിട്ട് മദറിനെ അതിൻ്റെ അകത്ത് കക്ഷിയാക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? ദൈവത്തിനെ നമ്മുടെ ഭാഗത്താക്കാൻ വേണ്ടി ദൈവത്തിനെ ഭാഗത്താക്കാൻ വേണ്ടി ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്യും. അതിൽ ഏറ്റവും സ്പീഡുള്ള കാര്യം എന്താണ്? പ്രേക്ഷിത പ്രവർത്തനമാണ്. ഡാർലി മിസ് ചെയ്തിരിക്കണത് എന്താണത്? ഡാർലി മിസ്സിൻ്റെ പേഷ്യൻ്റ്, അവരുടെ കാൻഡിഡേറ്റ്, അവർ പ്രൊമോട്ട് ചെയ്ത കാൻഡിഡേറ്റ്, അവരുടെ അവസ്ഥ എത്ര ഡെഡ്ലി ആണെങ്കിലും ഡാർലി മിസ്സിനെ കൊണ്ട് നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും, കാര്യം നിന്നെ എനിക്കറിയാവുന്ന. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പുറപ്പാട് 33:17. ഇതൊന്ന് കുറിച്ച് വെക്കണേ. പുറപ്പാട് 33:17. ആ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം.
നീ ലോക ഉടായിപ്പാണ്. അതാണ് ഈ പ്രശ്നം. പല ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവം പറയും, നിന്നെ എനിക്ക് നന്നായി അറിയാം, നീ ലോക ഉടായിപ്പാണെന്ന്. അത് നീ മാറ്റിയെടുക്കണം. നിങ്ങളെന്താ വിചാരിക്കണം? 90 ദിവസമല്ലേ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ കുടിക്കാൻ വരിക്കാൻ ചെയ്യാമില്ല എന്ന് പറയുമ്പോൾ അതാണ് അവിടെ വെച്ചാൽ എല്ലാം തീർന്നു പരിപാടി. 90 ദിവസമല്ലേ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ കുടിക്കാൻ വരിക്കാൻ എന്തെങ്കിലും ചെയ്യാമില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ, ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ദൈവത്തെ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കാവുന്നതായി പറയണതേ. എന്തൊരു നോൺസെൻസാണ്. നിന്നെ എനിക്ക് നല്ലോണം അറിയാം, നീ ലോക ഉടായിപ്പാണ്. അതാണ് വിഷയം. ആ ഒരു ചീത്തപ്പേര് നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. അത് മോസസിനോട് പറഞ്ഞ പോലെ ദൈവം നിന്നോട് പറയണം, നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യും. കാര്യം എന്താണ്? നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് കർത്താവ് കൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രശ്നം. ഒരാളെക്കുറിച്ച് ദൈവം നന്നായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് മാറത്തില്ല. പിന്നെ നമ്മളല്ല പ്രവർത്തിക്കണത്, നമ്മളല്ല പ്രവർത്തിക്കണത്. അതെപ്പോഴും നമ്മൾ എൻ്റെ മക്കൾ വിചാരിക്കണം. ഈ 14 യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 14:10. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇതാണ് ഒരു വിഷയം. ഇതാണ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത്. ആ വചനം ഒന്നിട്ട് പറഞ്ഞേ. യോഹന്നാൻ 14:10. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. മക്കളെ, ഇതാണ് ഈ നോട്ട് ബൈ മെറിറ്റിൻ്റെ മെക്കാനിസം എന്ന് പറയണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നില്ല. അതിൻ്റെ മെക്കാനിസം എന്താ? യന്ത്രപരത എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത് പിതാവ് എന്നിലും വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. നമ്മൾ ക്രിസ്തുവുമായി ഉടമ്പടിയിലാകുമ്പോഴേ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രേരിതരായി നമ്മൾ പ്രേക്ഷിത വേല ചെയ്യുമ്പോഴേ ആ പ്രേക്ഷിത വേലയിൽ സംപ്രീതനായി ദൈവം നമ്മളെ ഓൺ ചെയ്ത് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവമാണ് പ്രവർത്തിക്കണത്. നമുക്ക് മെറിറ്റ് വേണമെന്നില്ല. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെറിറ്റ് എന്ന് പറയുന്നത് നമ്മളാണ് പ്രവർത്തിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപയെന്ന് പറയുമ്പോൾ ആരാ പ്രവർത്തിക്കണത്? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യണം. അപ്പം നമ്മളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? ദൈവം നമ്മളിൽ വസിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവസ്നേഹത്തോടെ പ്രേക്ഷിത വേല ചെയ്യണത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു TP ജോസഫിനെ കുറിച്ച് പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു അളിയനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാർത്ഥന. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ അളിയനെ കൊണ്ടുപോയി ആശുപത്രി ഇട്ടിട്ട് ആ മനുഷ്യൻ 6 ഭാഷയുടെ പത്രം, കൃപാസനം പത്രം, 6 ഭാഷയുടെ പത്രം എടുത്തിട്ട് ആ ബാംഗ്ലൂർ സ്ട്രീറ്റിലൂടെ വെയിലും കൊണ്ട് നടക്കുകയാണ്. ആ വെയിലും കൊണ്ട് നടന്ന് കർത്താവിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ച് നല്ല ആസ്തിയായി, നല്ല തീഷ്ണതയായി. അവർക്കത് ഓരോ പ്രവർത്തനം കഴിയുമ്പോൾ അവരുടെ അഭിഷേകം കൂടും. അപ്പം നിങ്ങളുടേത് അയ്യോ വല്ലവരും കാണുമോ, അവരെന്ത് വിചാരിക്കും, നമുക്ക് വട്ടാണെന്ന് കരുതുമോ, ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ലോജിക്കില്ലാത്ത കാര്യം വല്ലതും ചെയ്യുമോ എന്നൊക്കെ. ഇങ്ങനെ എന്നാ ലോജിക്ക് മക്കളെ? ദൈവം നമ്മുടെ പക്ഷത്താക്കാനുള്ള ലോജിക്കാണ് എല്ലാത്തിൻ്റെയും ലോജിക്ക് എന്താ? മനുഷ്യനെ പക്ഷത്താക്കാനാണ് നിങ്ങൾ നോക്കണത്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ജോലികളും ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ വേഷം കെട്ടുകയാണ്. നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട രീതി. ഇപ്പം നിങ്ങൾ നമ്മുടെ 5 മണിക്കുള്ള നമ്മുടെ ഡെയിലി ബ്രെഡ് ചിലർ ഷെയർ ചെയ്യുമ്പോൾ ചില ഗ്രൂപ്പ് ഷെയർ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ വരും, ഈ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ആൾക്കാരുടേതാണ്, നിങ്ങളുടെ ഇതുപോലുള്ള ആത്മീയ കണ്ടൻറ്റുകളൊന്നും ഞങ്ങൾക്ക് അയച്ചു തരരുത്. അപ്പം നമ്മൾ പിന്നെ എന്ത് അയക്കത്തില്ല.
അതാ വിഷയം എന്ന് പറഞ്ഞത് ഓരോ നിങ്ങൾ കെട്ടുന്ന വേഷം ആരുടെ വേഷമാണ്? നിങ്ങളുടെ ആരോ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പിശാചിൻ്റെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന അരാജകവാദികളുമായിട്ട് അവർ പറയുന്ന അവരുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ വേഷം കെട്ടുകയാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി വേഷം കെട്ടുന്ന ആൾക്കാരെ വൈ ഷുഡ് ഗോഡ് ഹെൽപ്പ് യു? അതിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ പക്ഷത്താക്കാൻ നോക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കണം. മറ്റുള്ളവരെന്ത് പറയുമെന്നല്ല, ദൈവം എന്ത് പറയുമെന്നാണ്. അതുകൊണ്ടാണ് മോസസിനോട് പറയണത്. മോസസ് ജനങ്ങളെ ഒരിക്കലും നോക്കിയിട്ടില്ല. ജനങ്ങൾ എന്ത് പറയുമെന്ന് മോസസ് നോക്കിയിട്ടില്ല. മോസസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ത് പറയുന്നു അതാണ് മോസസിനോട് പറയണത്. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് നീ പറഞ്ഞ കാര്യങ്ങളും ഈ കാര്യവും നിനക്ക് ചെയ്തു തരും. അപ്പം നീ നാട്ടുകാരൻ മുഴുവൻ പറഞ്ഞ കേട്ടിട്ട് അതുപോലെ ദൈവം പറഞ്ഞ കേൾക്കണമല്ല. അതായത് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് ഒറ്റപ്പെടും, ചില സമയത്ത് മറ്റേ ആക്ഷേപം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ ആദ്യം ഉടുപ്പ്, ഞാനൊരു ഇടവക വൈദികനാണ്, ഉടുപ്പ് മാറിയപ്പോൾ തന്നെ കുറേ കൂടെ ഉള്ളവർ തന്നെ നമ്മളെ ഇങ്ങനെ സെക്റ്റലൂഡ് ചെയ്ത്, അതെനിക്കറിയാമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഏതെങ്കിലും സമയത്ത് ഇതുപോലെയുള്ള ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തുമെന്ന് അറിയാമായിരുന്നു. ഇത് ഞാൻ പതറിയില്ലല്ലോ. എനിക്ക് കർത്താവ് തന്നെ വെളിച്ചം, പരിശുദ്ധ വെളിച്ചമാണ്. അത് കർത്താവിനെ അറിയിക്കാനുള്ള വെളിച്ചമാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ള വെളിച്ചമാണ്. അത് ഞാൻ കടലിൽ വരെ പോയി ഒരു വള്ളത്തിൽ നിന്ന് വേറെ വള്ളത്തിൽ ഏണിയിട്ട് കയറിയിട്ട് ആ വള്ളത്തിൽ കയറി കുമ്പസാരിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇവർ പള്ളി വരത്തില്ലേ? കൊള്ളാം. ചില മനുഷ്യർ നമ്മൾ അവിടെ ഇട്ട് പിടിച്ചാൽ കിട്ടി, അല്ലെങ്കിൽ പിന്നെ വരത്തില്ല. നമുക്ക് അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ദൈവത്തോടെ കമ്മിറ്റ്മെൻറ്റ്. ഇങ്ങനെ കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോൾ ദൈവം പറയും, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. അതാണ് വിഷയം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്. ഏറ്റവും വലിയ ഉടമ്പടിയിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണത്. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. അതുകൊണ്ട് നീ പറഞ്ഞ ഈ കാര്യം, അത് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമായാലും ശരി, നിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നുമില്ലെങ്കിലും ഞാൻ വിചാരിച്ച നീ ജർമ്മനിയിൽ ജോലി ചെയ്യും. എൻ്റെ മക്കളെ, ദൈവം നിന്നെ വിചാരിക്കണം. ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കാൻ വേണ്ടി സത്യസന്ധമായ ഉടമ്പടിയോട് പ്രതിബദ്ധതരായ മാതാവിൻ്റെ മധ്യസ്ഥതയാണ് ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നത്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചെയ്ത് പാടാം. ഇന്നതല്ലതാ ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കൃപാസനത്തിന്റെ സാമൂഹിക സാംസ്കാരിക മഹനീയ ഈശോയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാ മേഖലകളിലും ഈശോയെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള ഹല്ലേലൂയ 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 ഈശോയെ ആരാധന ഈശോയെ മഹത്വം 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 ഹല്ലേലൂയ 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 വചനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ നിമിഷങ്ങളാണ്. അച്ഛൻ കൈയെടുത്ത് കർത്താവിൻ്റെ നാമത്തിൽ മഹതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കളെ കൈകളെ രോഗമുള്ളിടത്തേക്ക് കൈകളെ മാറ്റി മാറ്റി വെക്കേണ്ടതാണ്. ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഉടമ്പടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അച്ഛൻ്റെ ഈ അഭിഷേക പ്രാർത്ഥനയുടെ സമയം, വിടുതലിൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയം നിങ്ങളുടെ ഓരോ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആർക്കെങ്കിലും സ്തുതിപ്പറിയാതെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടാത്ത സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോയെ ആരാധന. ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ മക്കളെ രോഗമുള്ളിടത്തേക്ക് കൈകളിനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആദ്യം നിങ്ങളുടെ കൈകൾ കർത്താവിൻ്റെ ദിവസത്തിലേക്ക് ഉയർത്തുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ രോഗം ഉള്ളിടത്തേക്ക് എൻ്റെ കൈകള് ഞാൻ മാറ്റി മാറ്റി വെക്കുമ്പോൾ നിന്റെ വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം അടിപ്പിണർ പോലെ അക്കാലം പോലെ ദൈവത്തിന്റെ സൗഖ്യശക്തി എന്നിലേക്ക് ആവശ്യിക്കട്ടെ. എന്റെ ആന്തരിക രോഗങ്ങള്, മൂത്രത്തിൽ കല്ലുകള്, പാൻക്രിയാസ് രോഗങ്ങള്, തലവേദനകള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള്, ആന്തരിക അവയവങ്ങളിലെ ക്യാൻസർ രോഗങ്ങള്, കണ്ണിന്റെ കാഴ്ചക്കുറവ്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, നടുവലിന്റെ രോഗങ്ങള്, ഇടുപ്പലിന്റെ രോഗങ്ങള്, വാതരോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയിലെ യേശു നാമത്തിലെ യേശു നാമത്തിലെ യേശു നാമത്തിലെ മാർഗ രോഗങ്ങള് രോഗങ്ങള് വേദികളെ ഇപ്പോഴേ യേശു നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങള് അച്ഛനോട് ചേർന്ന് അതിശക്തമായി ശ്രദ്ധിക്കുമ്പോൾ രോഗികൾ അവരവരുടെ രോഗാവസ്ഥകളിലുള്ള സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഉടമ്പടിയുടെ അധികാരത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൈകളെ മാറ്റിക്കൊണ്ടേ ഇരിക്കട്ടെ, ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കുന്ന സമയമാണ്. രോഗങ്ങൾ മാറുന്ന സമയമാണ്. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവരെ, എൻ്റെ മക്കളെ, കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ കാണത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ്
നിങ്ങളെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ, വിഷയങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ഈ അൾത്താരയിൽ വെച്ച് മാതാവിൻ്റെ മധ്യസ്ഥ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുന്ന വലിയ ദൈവിക നിമിഷമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട് പൊളിച്ചു മാറ്റപ്പെട്ടിട്ട് വർഷത്തിനു മുമ്പ് ചെയ്യാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കണവരെ, ജപ്തി നടപടിയെ നേരിടുന്നവരെ, കിട്ടാനുള്ള പൈസ കിട്ടാത്ത രീതിയിൽ തടസ്സം വന്നിട്ടുള്ളത് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിതമാർഗം മുട്ടിയവരെ, ഒരു ജീവിതമാർഗം ചെയ്യാൻ വേണ്ടി ഉദ്യമിക്കുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതമാർഗത്തിൽ വരുമാനമില്ലാതെ വിഷമിക്കുന്നവരെ, വിവാഹം താമസിക്കുന്നവരെ, മക്കളെ ഇല്ലാത്തവര്, പല മക്കളും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവരെ, ജയിലിലായിരിക്കുന്നവരെ, പലതരത്തിലുള്ള വേദനകളിലും ഭാരങ്ങളിലും പെട്ട് കേസിലായിരിക്കുന്നവരെ, ജീവിത പങ്കാളിയുമായിട്ട് അകത്ത് താമസിക്കുന്നവരെ, കോടതി കേസ് കിടക്കുന്നവരെ, അവരെല്ലാവരും പരിശുദ്ധ ദേവമാതാവിനെ മധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജീവിക്കാനുള്ള മാർഗം തടഞ്ഞു പോയവര്, പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ, സംഭ്രമങ്ങൾ, സംഘർഷങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, സമാധാനം ഇല്ലാത്തവ, പലതരത്തിൽ ഒരു തടസ്സങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് എങ്ങനെ നീക്കാൻ കഴിയുമെന്ന് അറിയാൻ പറ്റാതെ വേദനിക്കുന്ന ഈശോ, അവർ ഈ നിമിഷം എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ കർത്താവിൻ്റെ തിരുസന്നിധിയും മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കേണ്ട സമയമാണ്. അതിന് തീരുമാനം ഉണ്ടായി സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് കഴിയാം. അച്ഛൻ അതിനുവേണ്ടി 41 ദിവസം ഈശോയുടെ മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ നിയോഗം വെച്ചാൽ മതി. അറിയിപ്പുകൾ. മാതാവിൻ്റെ വണക്കമാസം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും നിയോഗങ്ങൾ വെച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും നിയോഗങ്ങൾക്ക് വെച്ച് ജപമാല പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് വണക്കവും വണക്കത്തിൻ്റെ സന്ദേശവും ഉള്ളത്. മാതാവിൻ്റെ കൂടെ നമ്മൾ മെയ് മാസം മുഴുവനും കുടുംബത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണ് ഇത്. ഓൺലൈനിൽ നിങ്ങളെല്ലാവരും കൂടാൻ പറ്റുന്നവരെല്ലാവരും കൂടണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. 5:30 മണിക്കാണ് വണക്ക ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും അച്ഛൻ വേഴവും ഞായറും ഒഴിച്ചുവാക്കി എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണുന്നുണ്ട്. നിങ്ങളുടെ വിഷയം എമർജൻസി ആകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാകണം. എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളായിരിക്കണം. മുമ്പിൽ സമയം ഉണ്ടാകരുത്. അത്രയും അടുത്ത് നടക്കേണ്ട കാര്യമായിരിക്കണം. ഇന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് തന്നെ അച്ഛനെ കാണേണ്ട അടിയന്തര രോഗമുള്ളവർ ചെയ്യേണ്ടത്, അവർ ഉച്ചകഴിഞ്ഞ് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഉച്ചകഴിഞ്ഞ് ഞാൻ 4 മണിയാകുമ്പോൾ തന്നെ ശുശ്രൂഷ തീരും. കാര്യം നേരത്തെ ഈ ധൃതിക്ക് ഓടി വന്ന ആൾക്കാർ നമ്മൾ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് തന്നെ അച്ഛനെ കാണണമെന്നുള്ളവരുണ്ടാകും. അത് ക്യാൻസർ രോഗികളെ പോലുള്ള രോഗികളെ എടുക്കത്തുള്ളൂ ആ വിഷയത്തിനെ. അല്ലെങ്കിൽ ജപ്തി നടപടി. അപ്പം നാളെ മറ്റന്നാളെ ജപ്തി നടപടിയാണെങ്കിൽ അതെടുക്കും. അങ്ങനെ മുന്നിൽ സമയമില്ലാത്തൊക്കെ എടുക്കും. പക്ഷെ അവർ രാവിലത്തെ ഉടമ്പടിക്കാണ് വരേണ്ടത്. രാവിലെ തന്നെ വന്ന് ക്ലാസ്സിൽ കയറി സമാധാനമായിട്ട് ഉടമ്പടി എടുത്ത് നിന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛനെ കാണാൻ പറ്റും.
ഉച്ച കഴിഞ്ഞ് വന്നിട്ട് കച്ച കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രിയമുള്ള 2 അറിയിപ്പുകൾ കൂടിയുണ്ട്. എഡിറ്ററിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ജോൾമോ സിസ്റ്ററും സന്നി ബ്രദറും മാനേജറും നിങ്ങൾക്ക് എഡിറ്റർമാരെ ആയിട്ടിവിടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കണ്ടാൽ മതി. കൃപാസനത്തിൻ്റെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നമ്പറുകൾ ഉപയോഗിച്ചാൽ മതി അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. സിസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. കൃപാസനത്തിലെ 2 സിസ്റ്റർമാരെ ആവശ്യമുണ്ട്. പ്രേക്ഷിത ഇവിടെ നിന്ന് താമസിച്ച് ജോലി ചെയ്യാൻ വേണ്ടി. സിസ്റ്റർമാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 1 കൊല്ലം മാറ്റി വച്ചിരിക്കുന്നവർക്ക് കൃപാസനത്തിൽ താമസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതേസമയം തന്നെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാം. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും